ബ്ലാക്ക് വിഡോയും ഹൾക്കും തണുപ്പത്ത് സിറ്റിയൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. ആ സമയത്ത് ടോണി സ്റ്റാർക്ക് ബ്ലാക്ക് വിഡോയെ വിളിച്ചിട്ട് പറയുവാണ്, അബോമിനേഷൻ സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമോ എന്ന്. അത് കേട്ട ബ്ലാക്ക് വിഡോയും ഹൾക്കും ആ സിറ്റിയിലേക്ക് പോയിട്ട് അബോമിനേഷനെ ആക്രമിച്ച് തറ പറ്റിക്കുന്നു. ഹൾക്കിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ബ്ലാക്ക് വിഡോ ഹോട്ട് ഡോഗ്സ് മേടിക്കാൻ പോയപ്പോൾ ഹൾക്കിനെ പുറകിൽ നിന്നും ആരോ ഒരു ഡിവൈസിന്റെ സഹായത്തോടെ ഹൾക്കിന്റെ ഗാമ എനർജി മൊത്തം അബ്സോർബ് ചെയ്ത് ഹൾക്കിനെ ബ്രൂസ് ബാനർ ആക്കുന്നു. അതും നടാഷ റോമനോഫിനെ പോലെ ഒരു ബ്ലാക്ക് വിഡോ ആണ്. അവിടേക്ക് തിരികെ വന്ന ബ്ലാക്ക് വിഡോ നോക്കുമ്പോൾ ഹൈഡ്രയുടെ പ്ലെയിനിൽ ആരോ ബ്രൂസ് ബാനറിനെ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്നു. എന്തായാലും ഒരു വിധത്തിൽ ഹൈഡ്രയുടെ പ്ലെയിനിൽ ബ്ലാക്ക് വിഡോ കയറിക്കൂടി. അവർ ബ്രൂസ് ബാനറിനെ കൊണ്ടുപോകുന്നത് ഹൈഡ്രയുടെ ലീഡറായ ബാരൻ സ്ട്രക്കറിന്റെ പക്കലേക്കാണ്. ബാരൻ സ്ട്രക്കർ ബ്രൂസ് ബാനറിനെ എക്സ്പെരിമെന്റ് ചെയ്ത് അദ്ദേഹത്തെ ഹൾക്കാക്കി ട്രാൻസ്ഫോം ചെയ്തിട്ട് തന്റെ കൺട്രോളിലാക്കാനാണ് ശ്രമം. അതായത് വിന്റർ സോൾജറിനെ ചെയ്ത പോലെ ഒരു എക്സ്പെരിമെന്റ് ബാരൻ സ്ട്രക്കർ ഹൾക്കിനെ വെച്ച് ചെയ്യാൻ പോകുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വിഡോ അവിടേക്ക് എത്തുന്നു. ബ്ലാക്ക് വിഡോ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവൾ നിന്നെ പോലെ ഒരാളാണെന്നും ഇവളാണ് അടുത്ത ബ്ലാക്ക് വിഡോ എന്നും അവളുടെ പേര് എലേന ബെലോവെ എന്നാണെന്നും ബാരൻ സ്ട്രക്കർ ബ്ലാക്ക് വിഡോയോട് പറയുന്നു. ബ്ലാക്ക് വിഡോ റെഡ് റൂം നശിപ്പിച്ചതാണ്, പക്ഷെ ബാരൻ സ്ട്രക്കർ റെഡ് റൂം വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ബാരൻ സ്ട്രക്കർ ക്രിയേറ്റ് ചെയ്തതാണ് എലേന ബെലോവെ. ബ്ലാക്ക് വിഡോയും എലേന ബെലോവയും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ബ്രൂസ് ബാനറിനെ സേവ് ചെയ്യാൻ ബ്ലാക്ക് വിഡോ ശ്രമിക്കുന്നുണ്ടെങ്കിലും എലേന ബെലോവ ബ്ലാക്ക് വിഡോയെ പിടികൂടുന്നു. പെട്ടെന്ന് തന്നെ അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും അവിടേക്ക് എത്തുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ബാരൻ സ്ട്രക്കറിനെ പിടികൂടിയെങ്കിലും ബാരൻ സ്ട്രക്കർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിവൈസ് ആക്ടിവേറ്റ് ആക്കുന്നതോടെ ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. അതായത് ഹൾക്ക് ഇപ്പോൾ ഒരു വിന്റർ സോൾജർ ആയേക്കുവാണ്. ഈ സമയത്ത് ബാരൻ സ്ട്രക്കറിനെ ബിട്രേ ചെയ്ത് എലേന ബെലോവ ബാരൻ സ്ട്രക്കറിനെ ആക്രമിച്ച് ആ ഡിവൈസ് കൈക്കലാക്കിയിട്ട് ഹൾക്കിനെ തന്റെ കൺട്രോളിലാക്കുന്നു. എന്നിട്ട് എലേന ബെലോവ ഹൾക്കിനോട് പറയുവാണ്, ഡീപ്പ് ഫോറസ്റ്റിലെ ഹൈഡ്ര ഫെസിലിറ്റി പോയി തകർക്കൂ, ആരെയും ബാക്കി വെച്ചേക്കണ്ട എന്നൊക്കെ. ബ്ലാക്ക് വിഡോയും എലേന ബെലോവയും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹൾക്കിനെ തേടി ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും ഡീപ്പ് ഫോറസ്റ്റിലേക്ക് എത്തുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഹൾക്ക് അവിടേക്ക് വന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്കയെ ആക്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ അയൺമാൻ തന്റെ ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടപ്പ് ചെയ്യുന്നു. ഇതേ സമയത്ത് ബ്ലാക്ക് വിഡോയുടെ മുന്നിലേക്ക് എലേന ബെലോവ കൺട്രോൾ ചെയ്യുന്ന നിരവധി വിഡോസ് എത്തുന്നു. ബ്ലാക്ക് വിഡോയും മറ്റു വിഡോസും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. എന്തായാലും ഒരു നീണ്ട പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ബ്ലാക്ക് വിഡോ എലേന ബെലോവയുടെ കയ്യിൽ നിന്നും ആ ഡിവൈസ് കൈക്കലാക്കിയിട്ട് മറ്റു വിഡോസിനെ കൺട്രോൾ ചെയ്ത് അവരെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതേ സമയത്ത് ഡീപ്പ് ഫോറസ്റ്റിൽ ഹൾക്കും ഹൾക്ക് ബസ്റ്ററും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. എന്തായാലും ഒരു വിധത്തിൽ എലേന ബെലോവയെ ബ്ലാക്ക് വിഡോ ഡിഫീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബ്ലാക്ക് വിഡോയോട് എലേന ബെലോവ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ കിടക്കുന്നത് ഒരു പെൻഡ്രൈവ് ആണ്, അതിൽ നിന്റെ മെമ്മറീസ് ഉണ്ട്, നീ റെഡ് റൂമിൽ എത്തുന്നതിന് മുൻപുള്ള എല്ലാം അതിലുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ബ്ലാക്ക് വിഡോയുടെ പിടിയിൽ നിന്നും എലേന ബെലോവ രക്ഷപ്പെട്ടു. ഹൾക്ക് അയൺമാനെയും ക്യാപ്റ്റൻ അമേരിക്കയും ഡിഫീറ്റ് ചെയ്തു. ഈ സമയത്ത് ബ്ലാക്ക് വിഡോ ഹൈഡ്രയുടെ മൈൻഡ് കൺട്രോളിൽ നിന്നും ഹൾക്കിനെ സേവ് ചെയ്യുന്നു. അങ്ങനെ ഹൾക്ക് നോർമലായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.